ഇടയ്ക്ക് സമയങ്ങളിൽ ഞാൻ ഈ മുറി വന്ന് വെറുതെ ഇരിക്കാറുണ്ട്. കാരണം അവിടെ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലേ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ അങ്ങോട്ടൊക്കെ കുറേ വീടുകളാണ്. ചുമ്മാ അവിടുത്തെ കാഴ്ചകളും കണ്ട് വെറുതെ ഇവിടെ ചിലപ്പം കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ഇവിടെ കുറച്ച് നേരം ചെയ്യും. എൻ്റെ ഓരോ സമയങ്ങളെ ചിലവഴിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. കുറച്ച് നേരം ഇവിടെ കിടക്കും, കുറച്ച് നേരം അവിടെ കിടക്കും, അങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കും, ഒക്കെ കുറേ കിടക്കും കുറച്ച് നേരം. നമ്മൾ ചിലവഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളും വഴികളും വേണ്ട ചില സമയങ്ങളിൽ. ഈ നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? എനിക്കിഷ്ടമാണ്. പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ. അന്നേരം ഞാൻ അങ്ങോട്ടൊക്കെ ഭയങ്കര വീടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. ജനലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. അത് കണ്ടുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇവിടെ കിടക്കും. ഇതൊന്നും ആരും ഉപയോഗിക്കുന്നതല്ല. ഒരു കട്ടിൽ ഇവിടെ വെറുതെ ഇട്ടേക്കുന്ന. ഞാൻ ചുമ്മാ ഒരു ഷീറ്റ് വിരിച്ച് ഇവിടെ വെറുതെ കിടക്കും കുറച്ച് നേരം. അങ്ങേ സൈഡിൽ നിന്ന് കാറ്റുണ്ട്. ആ കാറ്റ് കൊണ്ട് എൻ്റെ കിടക്കാൻ ഒരു സുഖമുണ്ട്. എടോ ഞാനേ രാത്രിയിലൊക്കെ കിടക്കുമ്പോഴാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. പണ്ട് യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടില്ലേ, അതേ അവസ്ഥയിലാണ് രാത്രി ഞാൻ കിടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ ചോദിക്കും, ഇതെന്താവും ഞാൻ ഇങ്ങനെ കിടക്കുന്നതെന്ന്. ഇങ്ങനെ കയ്യും കാലുമേ ഇങ്ങനെ 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 വെച്ച്. അതെന്തോ ഒരു സംഭവമാണ്. ഇങ്ങനെ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്, അതവസ്ഥയാണ് എൻ്റെ രാത്രിയിലത്തെ കിടപ്പുകൾ. ഒരു കട്ടിലൊക്കെ എനിക്കുണ്ടെങ്കിൽ ഈ അങ്ങോട്ട് ഉരുണ്ട് ഇങ്ങോട്ട് ഉരുണ്ട് എനിക്ക് പോലും തികയത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. വേറൊരാളൊന്നും എൻ്റെ കൂടെ കിടക്കാൻ പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. എനിക്ക് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം. എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുള്ളൊരു കിടപ്പാണ്. എനിക്ക് ഇങ്ങനെയാണ്. ഇങ്ങനെ കൈ കിടക്കും, പിന്നെ ഇങ്ങനെ കിടക്കും, അങ്ങനെയൊക്കെ കിടക്കും. മനുഷ്യൻ്റെ അവസ്ഥകളൊക്കെ അല്ലേ. മനുഷ്യനൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കൂടെ കടന്നു പോകുന്നത്. ഇതാണ് കാര്യങ്ങൾ. അവിടുന്ന് ഇപ്പം നല്ല കാറ്റ് വരുന്നുണ്ട് ആ സൈഡിൽ. ഇങ്ങനെയൊക്കെ ഞാൻ കിടന്ന് അങ്ങ്